പ്രിയമുള്ളവരെ, മതേതര രാജ്യമാവുന്ന നമ്മുടെ ഇന്ത്യയിൽ വിഷം വിതക്കാൻ വേണ്ടി പലരും പല പ്രസ്താവനകളും അനധികൃതമായി നടത്തുന്നുണ്ട്. അവർക്കെതിരെ കേസെടുക്കാനോ മറ്റോ ആരും പ്രതിഷേധം പറയാറോ ഉന്നയിക്കാറോ ഇല്ല. അതങ്ങനെ പറഞ്ഞു പോയിക്കൊള്ളും എന്ന് പറയും. അതേസമയം നേരെ മറിച്ച് എന്തെങ്കിലും ഒരു പ്രസ്താവന വന്നാൽ അവരെ ജയിലിലടക്കാനും മറ്റുമൊക്കെ വളരെ ധൃതി കാണിക്കുന്നവരാണ് ഇവിടുത്തെ ബന്ധപ്പെട്ട എല്ലാവരും. ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ പ്രസ്താവനയിൽ മുസ്ലിങ്ങൾ അനധികൃതമായി പലതും നേടുന്നു എന്ന പല ആളുകളുടെയും പ്രസ്താവനകളും അതിന് ശരിവെച്ചുകൊണ്ട് ചില ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ കുറിപ്പുകളും പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നതാണ്. മതേതര രാജ്യമാകുന്ന ഇന്ത്യ, ആ ഇന്ത്യയുടെ ഭാഗമാണല്ലോ കേരളം. ഈ കേരളത്തിൽ തന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സർക്കാർ തലത്തിൽ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് ചെയ്താൽ, സർക്കാർ എന്നല്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്താൽ അത് വലിയ വിഷയമാക്കും. അഥവാ ഒരു 10 രൂപയുടെ ഗ്രാന്റ് എവിടെയെങ്കിലും അനുവദിച്ചാൽ, ഏതെങ്കിലും യത്തീംഖാനക്കോ അല്ലെങ്കിൽ സഹായിക്കാൻ ആളില്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും സഹായമോ ഒരു ജോലി വാഗ്ദാനമോ നൽകിയാൽ അതൊക്കെ വർഗീയതയായി കാണും. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മതേതര രാജ്യമാവുന്ന ഇവിടെ ഒരു മതത്തിന്റെ പേരിലുള്ള ഒരു സ്ഥാപനത്തിനും 5 കാശും കൊടുക്കണമെന്ന് ആരും പറയുന്നില്ല. മനുഷ്യത്വപരമായി അവഗണിക്കപ്പെട്ടവരായി, കീഴ്ജാതിക്കാരും താഴ്ന്നവരുമായി, സാമ്പത്തിക പിന്നോക്കമുള്ളവരായി നിൽക്കുന്നവരെ സാമ്പത്തികമായി സഹായിക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നതിനോട് നമുക്ക് യോജിപ്പുണ്ട്, മറ്റുള്ളവർക്കുള്ളതുപോലെ. എന്നല്ലാതെ മതപരമായ ചടങ്ങുകൾക്കോ സ്ഥാപനങ്ങൾക്കോ മറ്റോ ഗവൺമെന്റ് കാശ് ചെലവാക്കേണ്ടതില്ല, ആക്കാതിരിക്കുകയാണ് നല്ലത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ സ്വരൂപിക്കുന്ന സർക്കാരിന്റെ തുക, പൈസ മുഴുവനും ഇവിടുത്തെ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്നതാണ്. അല്ലാതെ വേറെ ആകാശത്തിന് പൊട്ടി വരുന്നതല്ല. ഇവിടെ എന്തെങ്കിലും ഒരു UGC സ്കെയിൽ നടപ്പിലാക്കാനും അതുപോലെ തന്നെ യോജിക്കാത്ത ആളുകൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കുമ്പോഴും ഒക്കെ അതിനൊക്കെ ഈടാക്കുന്ന കാശ്, അല്ലെങ്കിൽ പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ ഈടാക്കുന്ന കാശ് ഈ ജനങ്ങളുടെ നികുതിപ്പണമാണ്. അതുകൊണ്ട് ഇവർക്കൊക്കെ പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കുവാനും ഇവർ തീരുമാനിക്കുന്ന സ്കെയിലിലുള്ള ശമ്പളം കൊടുക്കുവാനും ഒക്കെ പണം കണ്ടെത്തേണ്ടത് സാധാരണ ജനങ്ങളുടെ മേലിൽ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് സാമ്പത്തികമായി അടിച്ചേൽപ്പിക്കൽ നടത്തിക്കൊണ്ടാണ്. ഇതൊന്നും ഇല്ലാതെ എല്ലാം ശരാശരിയിൽ നീങ്ങണമെന്നാണ് മുസ്ലിങ്ങളായ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ, നമ്മൾ അറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. മുസ്ലിങ്ങൾക്ക് സർക്കാർ പലതും ചെയ്യുന്നു, സാമ്പത്തിക സഹായം ചെയ്യുന്നു, വഖഫ് ബോർഡ് സഹായം ചെയ്യുന്നത് സർക്കാരിന്റെ സഹായമാണ് എന്നൊക്കെ വിലപിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനും മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ ഖജനാവിൽ നിന്നാവണമെന്നില്ല, എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈടാക്കാനും നിർത്തലാക്കാനും ഒക്കെ മറ്റ് പല വിഭാഗങ്ങളും വർഗീയ വിഷത്തോടുകൂടെ സംസാരിക്കാറുണ്ട്. എന്നാൽ അവരുടെ മുമ്പിൽ നമ്മുടെ ദേവസ്വം മന്ത്രി വെളിപ്പെടുത്തിയ ഒരു വസ്തുത നമ്മൾ ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. കേരളത്തിൽ ഒരു പള്ളിക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ഈ സർക്കാർ അനുവദിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അറബി കോളേജിന് കൊടുത്തു എന്ന് കേട്ടിട്ടില്ല. അതേസമയം ഇവിടെ ദേവസ്വത്തിന്റെ മന്ത്രിയായിരുന്നയാള് അദ്ദേഹം പറയുന്നു, 5 വർഷം ഈ സർക്കാർ ഭരിച്ചപ്പോൾ, കഴിഞ്ഞ 5 വർഷം ഭരിച്ച സമയത്ത് 458 കോടി അമ്പലങ്ങൾക്ക് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ട് എന്ന്. കേരളത്തിലെ അമ്പലങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് 458 കോടി രൂപ നമ്മൾ അങ്ങോട്ട്, നമ്മുടെ സർക്കാർ ഖജനാവിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുക ചെയ്ത്. അതിന് കൃത്യരേഖയുണ്ടല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കുന്നില്ല എന്ന് മാത്രം. മുസ്ലിങ്ങൾ അനധികൃതമായി പലതും നേടി, MLA മാരെ നേടി, മന്ത്രിമാരെ നേടി, MP മാരെ നേടി എന്നാണല്ലോ വെള്ളാപ്പള്ളി അടക്കമുള്ള വർഗീയവാദികളുടെ ജൽപ്പനം. അവരൊക്കെ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ മതേതര രാജ്യത്ത് സാധാരണ സ്വാഭാവികമായും ആശാവഹമല്ലാത്ത തീരുമാനം അത് LDF സർക്കാരാണ് എടുത്തത്. എന്താണ്? 458 കോടി 5 വർഷം കൊണ്ട് അമ്പലങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പള്ളിക്ക് 1 രൂപ നൽകണമെന്ന് നമ്മൾ പറയുന്നില്ല.
നൽകിയതായി ചരിത്രമുണ്ടോ? ഇനി അബദ്ധത്തിൽ എന്തെങ്കിലും ഒരു ഗ്രാന്റ് ഒരു യത്തീംഖാനക്ക് നൽകിയാൽ ഇവിടെയുള്ള ഒച്ചപ്പാടുകൾ എത്രയായിരിക്കും? വർഷത്തിനിടയ്ക്ക് സർക്കാർ ഖജനാവിൽ നിന്ന്, ഞാനും നിങ്ങളും ഒക്കെ നികുതി കൊടുക്കുന്ന സർക്കാർ ഖജനാവിൽ നിന്ന് 458 കോടി അമ്പല വികസനത്തിന് കൊടുത്തു. അതങ്ങനെ ഒരു തീരുമാനിച്ചു കൊടുക്കുന്നതിന് മുസ്ലിങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അത് മതേതര രാജ്യത്ത് സാധാരണമാണോ എന്നുള്ളത് വേറെ നമ്മൾ മതേതരവാദികൾ ചിന്തിക്കേണ്ടതാണ്. അതേസമയം 1 കോടിയെങ്കിലും ഏതെങ്കിലും ഒരു പള്ളിക്കോ ചേരമാൻ പെരുന്നാൾ പള്ളി വികസിപ്പിക്കാനോ മാലിക് ദീനാർ പള്ളി വികസിപ്പിക്കാനോ എന്തെങ്കിലും ഒരു സംഖ്യ 1 ലക്ഷമോ അല്ലെങ്കിൽ 1000 രൂപയോ കൊടുത്താൽ അത് വലിയ സംഭവമാക്കുന്ന ആളുകൾ ഇതിനെന്ത് മറുപടി പറയും? ഇവിടെ മുസ്ലിങ്ങൾ എന്താ നേടിയത്, മറ്റുള്ളവരെന്താണ് നേടുന്നത് എന്നതൊക്കെ ഒന്ന് ചിന്തിക്കണമെന്നാണ് ഇവരോടൊക്കെ പറയാനുള്ളത്. ഇനി ശബരിമലയ്ക്ക് വേണ്ടിയും ഈ സർക്കാർ വർഷം വലിയ നഷ്ടങ്ങൾ വഹിക്കുന്നുണ്ട്, വലിയ ചെലവുകൾ വഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ദേവസ്വത്തിന്റെ മന്ത്രിയാണ്. അതും കൂടി കേൾക്കുക. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പം ശബരിമലയ്ക്ക് ഉദാഹരണത്തിനാണ് എല്ലാ വർഷവും നമ്മൾ 10-30 കോടി കൊടുത്തുകൊണ്ടിരിക്കുക. അവിടുന്ന് കിട്ടുന്ന പൈസ നമുക്കൊന്നും തരുന്നില്ല. അത് അവർ ദേവസ്വം ബോർഡ് അവരുടെ ശമ്പളം കൊടുക്കാനും അവരുടെ കാര്യത്തിനാണ്. ശബരിമലയ്ക്ക് വേണ്ടി വർഷവും 30 കോടി രൂപയോളം നമ്മുടെ നികുതി പണത്തിൽ നിന്ന് സർക്കാർ കൊടുക്കുന്നുണ്ട് എന്ന്. അത് മാത്രമല്ല, വേറെയും പല ചെലവുകളും സർക്കാർ അമ്പലത്തിന് വേണ്ടി, ശബരിമലയ്ക്ക് വേണ്ടി, അതുപോലെയുള്ള ക്ഷേത്രങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട് എന്ന് തുടർന്ന് അദ്ദേഹം പറയുന്നു. ഇത് കൂടാതെ നമ്മൾ വികസനത്തിന് നമ്മൾ പൈസ കൊടുക്കണം. അമ്പലങ്ങളുടെ വികസനത്തിന്, അമ്പലങ്ങളുടെ റോഡ്, വെള്ളം, വെളിച്ചം, ഇതെല്ലാം കൊടുക്കുന്ന നമ്മളാണ്. കോടിക്കണക്കിന് രൂപ നമ്മൾ. ഇത് 4-5 കൊല്ലം നമുക്ക് ഈ വെള്ളപ്പൊക്കം, കോവിഡ് ഇതൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് അവിടെ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, ശമ്പളം കൊടുക്കാൻ പൈസയില്ല, എത്തിദാനത്തിന് പൈസയില്ല. അങ്ങനെയാണ് 458 കോടി അങ്ങോട്ട് കൊടുത്തത്. അമ്പലത്തിലേക്ക് പോകാനുള്ള വഴി ക്രമീകരിക്കാൻ, അവിടുത്തെ സ്റ്റെപ്പ് ശരിയാക്കാൻ, അവിടേക്ക് നല്ല റൂട്ട് ക്ലിയർ ആക്കാൻ, റോഡ് ശരിപ്പെടുത്താൻ, അവിടുത്തെ വികസനത്തിന് വേണ്ടി ഓരോ വർഷവും 30 കോടി വീതം നൽകുന്നതിന് പുറമെ വേറെ കുറെ ചെലവുകൾ കൂടെ സർക്കാർ ഖജനാവിൽ നിന്ന് നൽകുന്നു. എന്നിട്ടും ഈ സർക്കാരിനെ കുറിച്ച് ഹിന്ദുക്ഷേത്രങ്ങൾക്കെതിരെയുള്ള സർക്കാർ എന്നാണല്ലോ പറയുന്നത് എന്നാണ് ആ മന്ത്രി വിലപിക്കുന്നത്. ഇത് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് മതേതര രാജ്യത്ത് ചിന്തിക്കേണ്ടതാണ്. പക്ഷെ നമ്മളാരും അതിന് ഒച്ചപ്പാടുണ്ടാക്കുന്നില്ല. അതേസമയം 1 കോടി എങ്ങാനും ഒരു പള്ളിക്ക് കൊടുത്താൽ ഇവിടെ നടേശന്മാരും സുരേന്ദ്രന്മാരും ഒക്കെ ഉറഞ്ഞു തുള്ളിയിട്ട് ഈ രാജ്യം താലിബാനാക്കാൻ പോവുകയാണ്, ഇവിടെ മുസ്ലിം മുഖ്യമന്ത്രിയെ വായിക്കാനാണ് ശ്രമം എന്നൊക്കെ പറയുന്നു. എന്തുകൊണ്ട് ഇവിടെ മുസ്ലിം മുഖ്യമന്ത്രിയെ വായിച്ചുകൂടാ എന്നാണ് നമുക്ക് മറുപടിയായി ചോദിക്കാനുള്ളത്. മുസ്ലിങ്ങളെക്കാളും ന്യൂനപക്ഷമാകുന്ന ഇവിടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ക്രിസ്ത്യാനിക്ക് മുഖ്യമന്ത്രിയാകാം, ക്രിസംഖിയായ ആന്റണിക്ക് മുഖ്യമന്ത്രിയാകാം. അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും വലിയ ഭൂരിപക്ഷമുള്ള സമുദായമുള്ള കേരളത്തിൽ മുസ്ലിങ്ങൾ, അവർക്ക് എന്തുകൊണ്ടൊരു മുഖ്യമന്ത്രി ഇനിയും ഉണ്ടായിക്കൂടാ? ഒരു മുഖ്യമന്ത്രി മുമ്പ് കുറച്ച് ദിവസം ഉണ്ടായിട്ടുണ്ട്, അത് വലിയ അസ്വസ്ഥത അവർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനിയും എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു മന്ത്രി ഇവിടെ ഉണ്ടായിക്കൂടാ? ജനാധിപത്യമാണല്ലോ. ഈ ജനാധിപത്യത്തിലെ ഭൂരിപക്ഷത്തിനനുസരിച്ച് ഇത് പലതവണ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കുമൊക്കെ മന്ത്രിമാരാകാമെങ്കിൽ, മുഖ്യമന്ത്രിമാരാകാമെങ്കിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് പരിതപിക്കേണ്ടതില്ല മതേതര രാജ്യത്ത്. പക്ഷെ അതൊക്കെ വർഗീയ വിഷം ഉള്ളിലുള്ളവരുടെ ജൽപ്പന മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മന്ത്രി പറയുന്നു, ഇങ്ങനെ നമ്മൾ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സഹായം ചെയ്തിട്ടും നമുക്കെതിരെ പഴിവാക്കിയാണ്, ഹിന്ദുക്ഷേത്രങ്ങൾ നശിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നതാണ് നമുക്കുറിച്ചുള്ള ആക്ഷേപം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു. ഈ 458 കോടി കൊടുത്തിട്ടും പറയുന്ന ഹിന്ദു ക്ഷേത്രങ്ങൾ കടക്കാൻ വേണ്ടിയിട്ടാണ് വൈകിട്ട് വരുന്നത്. അത് വരുന്നവരാരൊക്കെയെന്ന് അവർ തന്നെ നോക്കിയാൽ മതി. ഇവിടെ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ അവരുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ, അതിനുവേണ്ടി സർക്കാർ ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, അവിടേക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടി എന്ത് വികസനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്? മുമ്പ് നോളജ് സിറ്റി എന്ന് പറയുന്ന കേരളത്തിൽ തുല്യതയില്ലാത്ത ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിന് UDF സർക്കാർ സ്റ്റേജിലിരുന്നു കൊണ്ട് തന്നെ ഒരു റോഡ് പാസാക്കി. ആ ഫയൽ ഒപ്പ് അപ്പം തന്നെ ഇട്ടു. അവൈലബിൾ മന്ത്രിസഭ ആ സ്റ്റേജിൽ വെച്ച് ചേർന്നു, അങ്ങനെ ഒപ്പിട്ടു. പക്ഷെ ആ ഫയൽ തിരുവനന്തപുരം മുതൽ അരിച്ചു പെറുക്കിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോ വിമാനത്താവളത്തിലോ ബസ് സ്റ്റോപ്പിലോ എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ സർക്കാർ ഖജനാവിലുള്ള അവരുടെ ഫയൽ കെട്ടുകളിലും കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് പറന്നുപോയി. എന്നതുപോലെ മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമാകുന്ന, വിദ്യാഭ്യാസ സ്ഥാപനമാകുന്ന മർക്കസ്, ജാമിയ തുടങ്ങിയ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് വഴിവെട്ടാനോ റോഡുണ്ടാക്കാനോ 5 പൈസ സർക്കാർ ചെലവാക്കിയിട്ടുണ്ടോ? ആക്കണമെന്ന് നമ്മൾ പറയുന്നില്ല അതിനുവേണ്ടി പ്രത്യേകമായിട്ട്.
അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ 100 രൂപ കൊടുത്താൽ തന്നെ അത് വലിയ കഥയാകും. അതുപോലെ തീർത്ഥാടന കേന്ദ്രങ്ങളാകുന്ന മമ്പുറത്തേക്ക്, പുത്തൻപള്ളിയിലേക്ക്, CM സെന്റർ മടവൂരിലേക്ക്, അവിടേക്കൊക്കെ പോകുന്ന ഒരു റോഡ് ഞങ്ങള് അതിനുവേണ്ടി ശരിയാക്കി കൊടുത്തു. ജനങ്ങൾക്ക് വേണ്ടി എല്ലായിടത്തും റോഡിന്റെ വികസനം നടക്കുന്നുണ്ട്. അതിപ്പോ അവിടേക്ക് വേണ്ടി മാത്രമല്ലല്ലോ. അതുമല്ലാത്ത ഇങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾക്ക് എത്തിപ്പെടാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ ഇന്നാലിന്ന വഴി റോഡ് ശരിയാക്കി എന്ന് പറയാൻ ഈ സർക്കാരിനോ അല്ലെങ്കിൽ കേരളത്തിൽ ഇതുവരെയുള്ള സർക്കാരിനോ കഴിയുമോ? ചിലപ്പോൾ അവരുണ്ടാക്കിയ റോഡ് അങ്ങോട്ടുള്ള വഴിയിൽപ്പെട്ടതായിരിക്കും, അങ്ങനെ ഉണ്ടാകും. അതേസമയം അവിടേക്കുള്ള റോഡ് ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയോ? അമ്പലങ്ങൾക്ക് വേണ്ടി മാത്രം പൈസ അനുവദിച്ച സർക്കാർ, അമ്പലങ്ങളുടെ വികസനത്തിന് വേണ്ടി ശബരിമലയ്ക്ക് വേണ്ടി 30 കോടി വർഷവും വിനിയോഗിച്ച സർക്കാർ ഇതിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവിടെ സുരേന്ദ്രന്റെ സ്വഭാവം മാറും, ഇവിടെ താലിബാൻ ഉണ്ടാകും, നടേശന്റെ ശൈലി മാറും. അത് ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യത്ത് വർഗീയത കത്തിക്കാനാണ് BJP ശ്രമിക്കുന്നത്. ആ BJPയുടെ പ്രൊമോട്ടർമാരായി പല ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ മതേതരവാദികൾ തിരിച്ചറിയണം. അവരെ മതേതരവാദികളായ അണികൾ നേതാക്കളാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ ആ സ്ഥാനത്ത് നിന്നും പറിച്ചറിയാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അവരുടെ ഭാവിക്ക് ഭദ്രത സൃഷ്ടിക്കും എന്നാണ് ഉണർത്താനുള്ളത്. നന്മകൾക്കെല്ലാം കേരള ജനങ്ങൾക്കെല്ലാവർക്കും അവസരമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.